അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചുള്ള നടൻ ജഗദീഷ് പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുമായി ജഗദീഷ് ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. നേതൃത്വത്തിലേക്ക് വനിത വരുന്നത് അംഗീകരിച്ച് ജഗദീഷ് പിന്മാറും. അങ്ങനെയാണെങ്കിൽ ശ്വേതാ മേനോന് സാധ്യത ഏറുന്നു എന്നാണ് വിവരം. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അഭിനന്ദ്. ഗുഡ് മോർണിംഗ് SKN. അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ 31-ാം തീയതിയാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരാനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജഗദീഷ് പിന്മാറുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. കാരണം മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപി തുടങ്ങിയ മുതിർന്ന അഭിനേതാക്കളുമായി ഇപ്പോൾ ജഗദീഷ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജഗദീഷും ശ്വേതാ മേനോനും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടം എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. ശ്വേതാ മേനോൻ വനിതാ നേതൃത്വത്തിലേക്ക് വരുന്നതിന് അംഗീകരിച്ചാണ് ഇപ്പോൾ ജഗദീഷ് പത്രിക പിൻവലിക്കുന്നതായി ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. ഇവരുടെ 3 പേരുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം ആയിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനം ജഗദീഷ് തന്നെ പ്രഖ്യാപിക്കുക. 6 പേരായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ സമർപ്പിച്ചത്. ഇതിനകത്ത് രവീന്ദ്രൻ, ജയൻ ചേർത്തല തുടങ്ങിയവർ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തെ പത്രിക പിൻവലിച്ചിട്ടുണ്ട്. അവശേഷിക്കുന്ന 4 പേരിൽ ഇപ്പോൾ ജഗദീഷും ശ്വേതാ മേനോനും തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടം വരും. ഓഗസ്റ്റ് 15 തെരഞ്ഞെടുപ്പിൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവർ തമ്മിൽ പോരാടും. ഇവർ പിന്തുണ പലരുമായി ചോദിച്ചു എന്നൊക്കെയായിരുന്നു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ശ്വേതാ മേനോൻ തലപ്പത്തേക്ക് വരുന്നതിന് വേണ്ടി ഒരു വനിത നേതൃത്വത്തിലേക്ക് വരുന്നത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും അത് യോജിക്കുന്നുവെന്നും നേരത്തെയും താൻ സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സംഘടനയിലെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിനകത്ത് കൂടുതൽ പ്രയത്നിച്ച ഒരാളെന്ന നിലയിൽ ഇത്തരത്തിൽ ഒരു വനിതയുമായി താൻ മത്സരിക്കാൻ ഇനി ഇല്ല. അതുകൊണ്ട് തന്നെ മുതിർന്ന അഭിനേതാക്കളുമായി ചർച്ച നടത്തി പത്രിക പിൻവലിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ജഗദീഷ് നൽകുന്നത്. ഓക്കെ, താങ്ക് യു YS അഭിനന്ദ്.